മമ്മൂട്ടിക്കനല്ലേ ഈ വിളിച്ചിട്ടത്? എന്തൊക്കെയാ ഈ പറയേണ്ടത്? കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ മമ്മൂട്ടി ഇപ്പോൾ കൊള്ളപ്പരിപാടി തുടങ്ങിയിരുന്നു. ഒരത്യാവശ്യ കാര്യത്തിന് വിളിച്ചാൽ ഇതന്നെയാണ് അവസ്ഥ. അബ്ബാസടി പൈസ ഒന്നും അയച്ചിട്ടില്ല ഇപ്പൊ ഈ മാസം. ഇന്നലെ പോവാൻ പൈസ അയക്കേണ്ട ദിവസമാണ്. ഇതുവരെ കിട്ടിയിട്ടില്ലത്. ഇജ്ജ് എവിടെ പോയി എടുക്കണ്ടേ ബീസുവ? ആ ഓ അയച്ചിക്കണു, ഞാനത് തരാൻ മറന്നതാണ്. ഇതിപ്പോ എല്ലാ മാസം അയക്കണക്കാട്ടിലേ കുറച്ച് തോനുണ്ടല്ലോ. ആ അത് 20,000 ഉറുപ്പ്യ ഉണ്ട്. അതെ 10,000 ഉറുപ്പ്യ നിങ്ങൾക്കും 10,000 ഉറുപ്പ്യ അബ്ബാസിന്റെ അളിയനെ കൂടിയിരിക്കല്ലേ, അതിന് സാധനം വാങ്ങാനുമാണ്. തെന്നടി ഓനെ വാഷിംഗ് മെഷീനാ മേടിച്ചാൻ പറഞ്ഞിട്ടുണ്ടത്. നിങ്ങള് വേറെ ചെറിയ സാധനം ഒന്നും മേടിച്ച് വരണ്ടട്ടാ. കുടിരിക്കൽ ഇവിടെ വന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ നെഞ്ഞത്ത് കൂടെ ഒരു കാളര് വന്നപ്പോണു. എന്തേലും കൊണ്ട് കൊടുക്കണ്ടെന്നുള്ള ബേജാറാണ്. ഏതായാലും 10,000 ഉറുപ്പ്യ അയച്ചത് നന്നായി. വാഷിംഗ് മെഷീൻ ഒന്നും പാണ്ട് കൊണ്ടേ കൊടുക്കൊന്നും വേണ്ട. ഞാനൊരു സാധനം കൊണ്ടുവരും, അതേ തിരിച്ചു എന്റെ മഴകളൊക്കെ പാടാൻ പോയിക്കോട്ടി കുടിയിരിക്കലിന്. ഓനെ വാഷിംഗ് മെഷീനാ പറഞ്ഞിട്ടുണ്ട്, അതന്നെ നിങ്ങൾ മേടിച്ച് വരുവോണ്ടി. അല്ലാതെ നിങ്ങൾ ആ ഇറുക്കി പിടിച്ച് കാണാൻ ചെറിയ സാധനമായിട്ട് വരരുതിട്ടോ. ഓനെ മാനക്കടയിക്കാരോ. എന്ത് മാനക്കട നബീസോ ഓന്? നമ്മളെ സൂറാബിന്റെ കുടിയിരിക്കൽ കഴിഞ്ഞല്ലോ. എന്റെ മഴകളോട് നീ അത് കേക്കണ്ട. എത്ര അവിടുന്ന് കൊടുക്കുന്നത്? ഒരു പേനേറ്റാണ് ഒരു വന്നത്. എന്നിട്ട് പാണ്ട് വാഷിംഗ് മെഷീനായിട്ട് പോണം. എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ന്യായം പറിച്ചില്. നിങ്ങളെ കണ്ട മാര്യം ചെയ്താല് ഇജ്ജ് ചെലക്കാനൊക്കെ അല്ലേ നബീസോ? ഇത് ചെന്നക്കാണ്ടേ ചെറിയ ചൂടിലേ ആ ഇസ്തിരിപ്പെട്ടിയായിട്ട് എന്റെ കുപ്പായെന്നാണ്ട് ഇസ്തിരി ഇട്ടാ ഞാൻ അപ്പൊ തന്നെ നമ്മൾ പോയി നോക്കട്ടെ. ആയമുട്ടി വിളിച്ചിട്ടാ നീ കിട്ടും നോക്കിയാ ഒന്നും കൂടി വിളിച്ചോ. കുഞ്ഞാലച്ചെന്നെ ചോദിപ്പാകല്ല, ഇജ്ജ് പറഞ്ഞ ആളോടെ ഇതൊരു സബൂറായ സംശയം. നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അയാളോട് വരാന്ന് പറഞ്ഞിരുന്നു. അയാൾ വന്നിട്ട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാച്ച് കൂടിക്കോ. ഇജ്ജ് ചേർന്നിട്ട് വല്ല മെച്ചം എനിക്ക് കിട്ടിയിരിക്കണം. ഞാൻ ഇപ്പൊ അടുത്ത് ചേർന്നിട്ടുള്ളൂ. അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്തതാണ്ട് ചെറിയ ചെറിയ വരുമാനമൊക്കെ വരൽ തുടങ്ങിയിരിക്കുന്നത്. നമ്മളെ താഴെ എത്ര ആള് ചേരുന്നുണ്ട് അതിനുള്ള മെച്ചാണ് നമുക്ക് വരിക. ഇപ്പൊ നമ്മളെ കാണാൻ വരുന്ന സാറുണ്ടല്ലോ, അയാൾക്ക് ലക്ഷങ്ങൾ വാങ്ങുന്ന ആളാണ്. എത്ര ആളാണ് ബാക്കിൽ ചേർന്നിരിക്കണ അറിഞ്ഞ് ഇതൊന്നും നോക്കണ്ട, എത്രയും പെട്ടെന്ന് ചേർന്നോ. ഏതായാലും അയാളുടെ വരട്ടെ. എന്റെ കുടുംബത്തിന് ഒരുപാട് ആളിന്റെ ബാക്കിൽ കൂടാണ്ട് പണിയെടുത്ത് തിന്നാൻ പറ്റ. ഇങ്ങനത്തെ വല്ല വരുമാനം ഉണ്ടെങ്കിൽ അതാവും നല്ലത്. സംശയമാ. ഞാൻ ഇപ്പൊ എന്തേ പണിക്ക് പോകണ്ടോ? ഞാൻ തുടുപ്പായി മറ്റേ ആളെ ചേർക്കുക. ഇതാണ് എന്റെ പരിപാടി. ആ അതാ മൂപ്പര് പറഞ്ഞു. നിങ്ങൾ നടന്നാ പോന്ന് വണ്ടിയുടെ. ഞാൻ റോഡ് കണ്ടപ്പോഴേ കുറച്ച് മോശം തോന്നി. കുറച്ച് വില കൂടിയ വണ്ടിയല്ലേ, അപ്പൊ ഡ്രൈവറോടൊന്ന് അവിടെ സൈഡാക്കാൻ പറഞ്ഞു. സാറേ ഞാൻ പറഞ്ഞ ആളാണിത്. ഞാൻ ഏകദേശമൊക്കെ പറഞ്ഞു കൊടുത്തത്. ഈ സാറൊന്ന് വിശദീകരിച്ചു കൊടുത്താളി. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ ജീവിതം തന്നെ ഒറ്റയടിക്ക് മാറ്റി മറിക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായില്ലേ? ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കും. ഞാൻ എന്തായാലും ചേരുന്നുണ്ട് സാറേ. ഞാൻ എൻ്റെ അടുത്ത് പൈസ തരാം. 25,000 ഉറുപ്പ്യം ആധാർ കാർഡും പാൻ കാർഡും അല്ലേ ഞാൻ കൊടുത്തുവിടാ സാറേ. ബിന്ദു ഏട്ടത്തിയും കുട്ടികളല്ലേ വന്നീന്നു. ക്രിസ്മസിന് സ്കൂൾ പൂട്ടിയെന്നൊന്നും വന്നില്ല. അപ്പൊ എന്തേ വന്നു? പ്രത്യേകിച്ച് എത്തേലുണ്ടാ? പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത. കൊറേ കാലമായിരുന്നു ഒരു വന്നിട്ടേ. അപ്പൊ അമ്മേനെ കാണാൻ വന്നപ്പോ ഒന്നും ഇങ്ങോട്ട് വന്നതാ. ഓല് വന്നിട്ടടി ബിരിയാണിയായിട്ട് വെച്ചാ? ബിരിയാണിയൊക്കെ ഇപ്പൊ എന്നും തിന്നണ തന്നെയല്ലേ. ഞാൻ ചോറും വെച്ചു, ലേശം ചിക്കൻ കറി ഉണ്ടാക്കി, പയറായിട്ട് ഉപ്പേരിയും വെച്ചു. അതന്നെ ഉള്ളൂ. അറ്റങ്ങളെ എപ്പോഴേലും വരുന്നതല്ലേ, എനിക്ക് 2 ബിരിയാണി വെച്ചൂടായിനാ. ഞങ്ങളും വെച്ചിട്ട് കൊറേ ആയി ബിരിയാണി. ബിരിയാണി ഇനി മതിയാവോളം തിന്നാലോ താത്ത. നിങ്ങളെ മരുവളെ ആങ്ങളേന്റെ കുടിയിരിക്കലല്ലേ, ഇവിടെയൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടതേ. നമുക്ക് പോവാ, അപ്പൊ നല്ലോണം തിന്നാ. ഇജ്ജ് പറഞ്ഞത് ശരി തന്നെയാണ്. അന്ന് തിന്ന നമുക്ക് നല്ലോ. തീറ്റേന്റെ കാര്യമൊക്കെ അവിടെ നിക്കട്ടെ. അല്ല കുടിയിരിക്കലിന് ഇപ്പൊ നിങ്ങൾക്ക് നല്ല പോലെ എന്തെങ്കിലും കൊണ്ടോണ്ടേ വരില്ലേ? എന്തെങ്കിലും വാങ്ങി? ഒന്നും വാങ്ങിയിട്ടില്ലടി. എന്റെ അബ്ബാസ് ഒരു 10,000 ഉറുപ്പ്യ അയച്ചിക്കണു. അതേറ്റെന്റെ ബീരാങ്കാക്കാണ് പോയിട്ട്. എന്തു അൽക്കഞ്ഞ് വേങ്ങി വരുന്നു എന്നാവോ. എന്താ പോ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് 10,000-ന്? ഓനൊരു വാഷിംഗ് മെഷീനാ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടത്. എന്റെ ചെങ്ങായി വാഷിംഗ് മെഷീനൊന്നും വാങ്ങലുണ്ടാവൂല. അതിന് കുറച്ച് പൈസ നിറുക്കി വെക്കും. എന്നിട്ട് വേറെ ചെറിയ സാധനം എന്തേലൊക്കെ വേങ്ങും. ഒരു അന്യ തറവാട്ടിൽ കൊണ്ടാവാനുള്ളതല്ലേ. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ നല്ലത് എന്തേലും കൊണ്ടേക്കോളുണ്ടോ. ആകെ കൂടി 2 മരുക്കളാ ഉള്ളത്. അതൊക്കെ മിന്തോ ഞാൻ പോയപ്പോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നോട് പറയാണ്, ഞാനൊരു സാധനം വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിനിഷ്ടമുള്ളവര് പോയാൽ മതി കുടിയിരിക്കലിന്, അല്ലാത്തവര് പോണ്ടെന്നാ എന്നോട് പറഞ്ഞത്. ഞാൻ പോന്നിന്നുള്ള വർത്താനേ നബീസിനോട് പറഞ്ഞട്ടാ. ഓളോട് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 3 സ്റ്റൂള് ഞമ്മക്ക് 900 ഉറുപ്പ്യക്ക് കിട്ടി. അതിന്റെ ഒപ്പം ഒരു പുള്ളിത്തുണിയും കിട്ടി. ഇതൊക്കെ ഇജ്ജ് പോന്നോണ്ടല്ലേ. അല്ല
പഴയ എന്റെ തുണിപ്പോടെ വെച്ചു അത് ഇതിന്റെ അടിയിലുണ്ട് ഒഴിവാക്കാനായിട്ടില്ലല്ലോ ആരല്ല ആയിട്ടുള്ളൂ വാഷിംഗ് മെഷീൻ വാങ്ങാനേ നിങ്ങളെ ചെക്കൻ 10,000 റുപ്യ അയച്ചു തന്നു അത് 900 റുപ്യ നമ്മളെ ചൂടിനായിട്ടുള്ളൂ അക്കി 9,000 വരുന്നു ലാഭാണ് ചായയും കടി വാങ്ങി തരണ്ടേ നിങ്ങള് അനക്ക് ചായ ഇറച്ചിയ പൊറാട്ട എന്താച്ചാ ഞാൻ വാങ്ങി തരണ്ടേ. നമ്മളിപ്പോ ഈ 3 സ്റ്റൂളേറ്റേ ഒരു സഭയ്ക്ക് ചെന്നു വെച്ചിട്ടേ മോശമൊന്നുമില്ലല്ലോ. അയ്യയ്യേ അങ്ങനത്തെ മോശം ഉണ്ടാവില്ല. കുടിയിരിക്കലിച്ചുണ്ടല്ല ഈ 3 സ്റ്റൂളുമ്പോ ഞാനും കേറിട്ടാ എന്റെ അടുത്ത് കായും പണൊന്നുമില്ല. ഇജ്ജിന്റെ ഒപ്പം പോകുന്നോണ്ടി ഇജ്ജിപ്പോ അതിന് സാധനം മേടിച്ചണമെന്നൊന്നുമില്ല. ഓരിപ്പോ വലിയ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. അതിനൊക്കെ ഇപ്പൊ സാധനം കൊണ്ടാവാൻ നിന്നാലേ കൊറേ സാധനം കിട്ടും. കൊറേ സാധനങ്ങൾ വേസ്റ്റ് പോയിക്കാരം. നല്ല കനമുണ്ട് ഇത്. നല്ല മുതലല്ലേ? ആ സാറേ പറയെന്ന് പറഞ്ഞ തെറിയാണല്ലോ. ഞങ്ങളെ നാട്ടിലത്തെ വർത്തമാനം ഇപ്പൊ അതാണ്. അങ്ങനെ പറഞ്ഞതാണ്. ആയിക്കോട്ടെ ഇനി അങ്ങനെ വരാം. പിന്നെ എന്റെ അക്കൗണ്ടിൽ പൈസ കയറിയിട്ടില്ലല്ലോ. കയറുമോ? ആ ആയിക്കോട്ടെ സാറേ. നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ ഫാമിലി 30 ഇൻഷുറൊക്കെ ചെയ്തിരിക്കണം. എനിക്ക് അത്ര അങ്ങനെ മേച്ചാണില്ലത്. എന്നാലും ആൾക്കാർ നോക്കണൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് നമ്മുടെ ടൗണില് ഒരു ഓഫീസ് വേണം. എന്തെങ്കിലും ആൾക്കാർക്ക് വിശ്വാസം കൊണ്ട് വരുള്ളൂ. പിന്നെ 1-2 ആൾക്കാരെയും കൂടി ഞാൻ ചേർക്കാണ്ട് അവരെ ചേർത്തിട്ട് സാറിന് ഞാൻ വിളിക്കണ്ടേ. ആ ഓക്കെ സാറേ. പിന്നെ ഞാൻ വിളിക്കുമ്പോ ഒന്ന് ഫോൺ എടുക്കണം കേട്ടാ. ആ ഓക്കെ ശരി ഓക്കെ. ആ സുക്കൂര എന്താ വിളിക്കണേ? ഞാനേ ആസ്യാത്ത വിളിച്ചിട്ട് വന്നതാണ്. അതിന് എന്റെ മോളോർക്ക് പോകാൻ വേണ്ടിട്ട് കുറെ നേരമായി വന്നിട്ട് അതിന് കാണാനുമില്ല. അല്ല അജ്ജു എടുക്കാൻ പോണു? പെരിയിരിക്കാൻ പറ്റുമോ സുക്കൂര? നമ്മളെ ഏർപ്പാടല്ലത്. 4 ആളെ കിട്ടാനല്ലേ നമുക്ക് എന്താ തടിയുള്ളൂ. എന്റെ കോലം കണ്ടാൽ തന്നെ അറിയിച്ചപ്പോ മെച്ചത്തിലാണെന്ന്. നമ്മളിത് കാലാകാലം ഈ ഓട്ടർ ഷോടിങ്ങാൻ നടക്കുന്നതന്നെ ഉണ്ടാവുള്ളൂ. മെച്ചൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. അതൊക്കെ എന്റെ തോന്നലാണ് സുക്കൂറെ. ഞാൻ പറഞ്ഞ ഈ കമ്പനി വിജയം കൂടിക്കോ, ഇജും മെച്ചപ്പെടും. നമ്മളെ കമ്പനിക്കാരൊക്കെ ഞാൻ ഒരു നിലവാരത്തേക്ക് എത്തിക്കാച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. പിന്നെ നാട്ടിലെപ്പത്തെ ചർച്ചാ വിഷയം എന്താണെന്നറിയോ? ഇങ്ങളൊക്കെ ആൾക്കാരെ പറ്റിച്ചാൽ നടക്കാന്നുള്ളതാണ്. അതെ, ഞാൻ ഈ തുണിപ്പായൊക്കെ മാറ്റി നടക്കുമ്പോഴേ ചിലവർക്കൊരു കണ്ണുക്കടി ഉണ്ട്. ഓല് പറഞ്ഞുണ്ടാക്കണം. കാര്യമായിട്ട് ഇത് പറഞ്ഞെടുക്കണ ഉമ്മറാജിയാണ്. അയാൾ എന്റെ വണ്ടി കയറുമ്പോ എപ്പോഴും പറയലുണ്ട് എന്റെ കാര്യം. ഞാൻ ഇപ്പൊ അയാൾ പറഞ്ഞോണ്ടൊന്നല്ലട്ട ചേരാത്ത് എന്റെ അടുത്ത് പൈസ ഇല്ലടാ. അതിന്റെ മച്ചുനെ ഉമ്മറാജിയല്ലേ മൂപ്പരത് പറഞ്ഞടക്കും. അയാളുടെക്കാട്ടി കൂടുതൽ മെച്ചുണ്ടാവും എനിക്കും വിചാരിച്ചിട്ടാണ് അയാളെ പറഞ്ഞടക്കുന്നത്. പിന്നെ ഇപ്പൊ പറഞ്ഞു പൈസ ഇല്ലാന്ന്. ഈ ഓട്ടോറിക്ഷ ഓടുന്ന പൈസ എന്താ കാട്ടണ്? ഇജൊന്ന് ഓട്ടോറിക്ഷ ഓടി നോക്കണം. അപ്പൊ എനിക്കറിയാം ഇതിന്റെ അവസ്ഥ എന്താന്നുള്ളത്. കാണുന്നവർക്ക് നമ്മൾ നല്ല ഓട്ടോക്കാരും കുറെയൊക്കെ കടാണ് പോവാല്. പിന്നെ നമ്മൾ വിളിച്ചുമ്പോ ചെല്ലും കായ് കിട്ടുവെച്ചിട്ട് പിന്നെയും കടം പറയും. ഓട്ടത്തിനൊരു കുറവുമില്ല. പക്ഷേ നമ്മൾ പോക്കറ്റിക്കൊന്നും ആവൂലെന്ന് മാത്രം. പിന്നെ അത് മാത്രമല്ല, വണ്ടിമ്മലേ പള്ളർച്ച അടവുണ്ട്. കേടുന്ന വർഷാപ്പൊക്കെ വേറെയും പൈസ കാണണം. പിന്നെ പെരയിൽ കുട്ടിയാൾക്ക് സോക്കട് വന്നാൽ അതിനും വേണം പൈസ. അതിന്റെ പുറത്ത് ഇപ്പാക്ക് മാസം 5,000 റുപ്യ കൊടുക്കും വേണം. ഇപ്പാക്ക് മാസം 5,000 റുപ്യ കൊടുക്കേ? അപ്പൊ അയാൾക്ക് പെൻഷനൊന്നും ഇല്ലേ? പെൻഷൻ ഇപ്പാക്കും ഉമ്മാക്കും ഉണ്ടടാ. ഇമ്മാന്റെ പൈസ ഇപ്പൊ പോക്കറ്റിലാക്കും. ഇപ്പാക്ക് എത്ര കിട്ടാനും തയ്യില്ല. മുമ്പൊക്കെ ഇപ്പൊ ഞങ്ങളാരും പൈസ കൊടുക്കണില്ല പറഞ്ഞാണ്ട് മൂത്താപ്പാനോടൊക്കെ പോയി പറഞ്ഞിട്ട് അബ്ബാസ് നാട്ടിലുള്ള സമയത്ത് മൂത്താപ്പ ഞങ്ങൾ രണ്ടാളും വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പാക്ക് മാസം ഒരു സംഖ്യ ഞങ്ങൾ രണ്ടാളും കൊടുക്കണമെന്ന്. അങ്ങനെ എന്നോട് 5,000 കൊടുക്കാനും ഓനോട് 10,000 കൊടുക്കാനും പറഞ്ഞു. അതിപ്പോ ഒരു കൊല്ലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം വൈകിയാൽ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കും. നാട്ടുകാരോടൊക്കെ പോയി പറയും ഞങ്ങൾ ആരും ഒന്നും തരുന്നില്ലെന്ന്. ഇതാണ് ഇപ്പാന്റെ അവസ്ഥ. ഞാനും കേട്ടിരുന്നു നിങ്ങൾ ആരും പൈസ കൊടുക്കണില്ലാന്നല്ലേ. ഇപ്പൊ ഒരു കൊല്ലായിട്ട് പൈസ കൊടുക്കണില്ലേ? അങ്ങനെയാണെങ്കിലേ എനിക്ക് നല്ല ലാഭല്ലേ. പെരീത് ചിലപ്പോ ഇപ്പൊ വെക്കൂലേ? 5,000 റുപ്യ കൊടുത്താ പോരെ? ഈ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. ചെലവിലുള്ളൊക്കെ ഇപ്പൊ കൊണ്ടുവരും. ഞമ്മക്ക് നല്ല കൊസിയിൽ തിന്നണമെങ്കിലേ നമ്മളെന്നെ പീടി പോയി വാങ്ങേണ്ടി വരും. ഇറച്ചിയായാലും മീനാണെങ്കിലൊക്കെ അതൊന്നും ഇപ്പൊ വാങ്ങൂല. ഇപ്പൊ എവിടെ ലാട്ടിന് കിട്ടണിച്ച് അവിടെ പോയി വാങ്ങിക്കൊണ്ടിരും. അത്ര ലോക്കൽ സാധനം പെരേക്ക് കൊണ്ടല്ലേ. അന്നോട് വർത്താനം പറഞ്ഞാണ്ടേ നേരം പോയി. ഞാൻ പോട്ടെന്നാല് ഇത് ചേരുകയാണെങ്കിലേ ഞാൻ ചേരാൻ നോക്കട്ടാ. മഞ്ഞക്കണ്ടം ബീരാണ് 15,000 റുപ്യ മാസം പെൻഷന് കഴിച്ചിട്ട്. അയാളൊന്ന് പോയി കാണാം. ആ ഇത് നല്ല പണിയായി. ഞാനിത് ആട്ടാൻ വേണ്ടിട്ടേ ആ പുട്ടിനെ കൊണ്ട് പൊളിപ്പിച്ചാ നിക്കേനു. എനക്ക് ആട്ടാൻ വേണ്ടി പൊളിച്ചല്ലപ്പ ഞാൻ ആ കുന്നത്തമാലിക്കേ കൊണ്ടേ കൊടുക്കാണ്. വിൽക്കാണ്. ഇപ്പൊ തേങ്ങക്ക് നല്ല ബലുണ്ട്. പഠിച്ചനെ തേങ്ങ നിങ്ങള് വിൽക്കുക?
നോൽമ്പാണോ വരുന്ന ഒരു തുള്ളി വെളിച്ചെണ്ണ ഇല്ല ഇവിടെ. ഇനി നബീസോ തേങ്ങ ഇവിടെ ആട്ടിൽ നിർത്തിക്കണു. വെളിച്ചെണ്ണ ആവശ്യമുള്ളതേ വീടിന്ന് കുറച്ച് ഇങ്ങനെ കൊണ്ടുവരിക. കഴിഞ്ഞ കുറി തന്നെ ഇവിടെ ആട്ടിയിട്ട് ഇജ്ജും എന്റെ മരക്കളും വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കുളിച്ചേനു. ഓരോന്നിലൊക്കെ വെളിച്ചെണ്ണ കജുമക്കൂടി ഒളിച്ചിരുന്നു എന്തേലൊക്കെ താളിച്ചാല്. നിങ്ങൾക്ക് അതേ ലക്കിന് കിട്ടുന്ന മാതിരി കിട്ടിയിട്ടാണ് വീടിന്ന് കുറച്ചിട്ട് കൊണ്ടുവരുമ്പോഴാണ് അതിന്റെ വില അറിയുള്ളൂ. നിങ്ങൾ ഈ പീടിയെന്ന് ഇങ്ങനെ നുള്ളിയപ്പിച്ച് കുറയിച്ചങ്ങനെ കൊടുന്നാൽ ഇവിടെ എത്ര മനുഷ്യന്മാരുണ്ട്, ഇവിടെ തേയില. ആ തേച്ചില് തേഞ്ഞാ മതി. അല്ല സുക്കൂറെ, ഈ മാസത്തെ കായ്ച്ച് തന്നിട്ടില്ലല്ലോ. ഞാൻ ഓടുന്നിടത്തിട്ട തിരപ്പാ, എല്ലാ മാസവും ഞാൻ കറക്റ്റ് തരലില്ലേ. ഇപ്പൊ വണ്ടി വർക്ക്ഷോപ്പിലാണ് ക്ലച്ച് ഡിസ്ക് പോയിട്ട്. നിങ്ങൾ കുറച്ച് ദിവസം കൂടി കാക്കി വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടിയിട്ടുണ്ടായിട്ട് ഞാൻ തരാം. എത്ത് വർത്താനം സുക്കൂറെ എജ്ജി പറയേണ്ടത്? എന്റെ വണ്ടികളൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് 14,000 ഉറുപ്പ്യ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ മൂത്താപ്പാരനെ വിളിച്ചും. ഓനാണ് ഈ തീരുമാനം എടുത്തേക്കിട്ടത്. എത്താ ഇപ്പൊ പറയണ്ടേ? ഞാൻ ഇത്രയും കാലമായിട്ട് ഇപ്പൊ കൊടുക്കാനുള്ള പൈസ എന്തെങ്കിലും തെറ്റിച്ചേക്കണോ? ഒരു 4 ദിവസത്തെ വാടിയും കൂടി എനിക്ക് തന്നാൽ മതി, ഞാൻ കൊടുത്തോളാം പൈസ. ദത്ത മനസ്സങ്ങൾ ഈ മക്കളോട് ഇങ്ങനെ എച്ചിക്കണക്ക് പറയണു. ഓനെ 4 ദിവസം കഴിഞ്ഞ് അങ്ങക്കാണ് തരും. ആ അബ്ബാസന്റെ പൈസ അയച്ചിട്ട് നിങ്ങളെ അതിന് ഒരു 3 സ്റ്റൂള് വേങ്ങിക്കാണ്ടേ ബാക്കി പൈസ നിങ്ങൾ എടുത്തില്ലേ? എത്ര നബീസോ ആ സ്റ്റൂളിന് ഇത്ര കുഴപ്പമുള്ളത്? നല്ല ചൊറുക്കുള്ള സ്റ്റൂളാണ്. അങ്ങനത്തെ സ്റ്റൂളൊന്നും ഞാൻ എവിടെ പേര് ചെന്നിട്ടും കണ്ടിട്ടുമില്ല. അതൊക്കെ മമ്മൂട്ടിന്റെ കെയറോപ്പിലേ കുറച്ച് വില കുറച്ച് കിട്ടിയതാണ്. എന്നാ തന്നെ അതിന് 500 ഉറുപ്പ്യക്കൂണ് ഒന്നിന്. പിന്നെ സ്റ്റൂൾ ഒരു പെര കൊണ്ടിട്ടാലേ എല്ലായിടത്തും നടക്കും. വാഷിംഗ് മെഷീനാണെങ്കിൽ ഒരു മൂലക്ക് ഇങ്ങനെ നിൽക്കുള്ളൂ. അത് ആരും കാണൂല. ആരെ കൊടുന്നു എന്ന് ചോദിച്ചു സ്റ്റൂൾ ഇങ്ങനെ കാണുമ്പോ. അത് ഇവന്റെ അടുത്താണ് പറയുമ്പോ ഓനൊരു പേരുണ്ടാവും. നിങ്ങൾ അങ്ങനെ മക്കൾക്ക് നല്ല പേരുണ്ടാക്കി കൊടുത്തുക്കണു. അതിന് മാത്രം ഉണ്ടല്ലോ നിങ്ങള്. ഇച്ചിമ്മാനോടും മോനോടേ വേറെ ഭർത്താനൊന്നുമില്ല. സുക്കൂറെ ഇന്ന് 14 ആകുമ്പോത്തിന് 5,000 ഉറുപ്പ്യ കൈക്ക് കൊടുന്നു തരണം, അല്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. തേരങ്ങളെ പൈസ ഞാന് വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങട്ടെ. അടവ് തെറ്റിയ ബാങ്കുകാർക്ക് ഇനി എത്ര ദൂരം കെടുത്തല്. യേശിയെ ഇന്റെ കാര്യങ്ങളൊക്കെ കൃത്യാണ് ഈ കാര്യം. ഈ പരിസര ഇടപാടായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറക്കിയത്. പക്ഷെ ഇത് വേറൊരു കുട്ടി അറിയരുത്. ഇവിടെ നാട്ടിലൊരു ഇമേജ് ഉണ്ട്, അത് കളയും ചെയ്യരുത്. മുതൽ എനിക്ക് പെട്ടെന്ന് തരാൻ പറ്റില്ല, കുഴപ്പമില്ല. പലിശ അതിന്റെ സമയത്ത് കറക്റ്റ് ആയിട്ട് തരണം. നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് ഇടപാട് നടത്തുന്നതോട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാണ്. ഞാൻ ഇവിടെ ഒരു പാടാളിട്ട് ഇടപാട് നടത്തിയിട്ടുണ്ട്, ആർക്കും ഒന്നും ബാക്കി വെച്ചിട്ടില്ല. നിങ്ങളും അതുകൊണ്ട് സ്വയിപ്പാവൂല. ഞാൻ ആ ടൈമിന് തരണ്ട്. കറക്റ്റായ എനക്ക് നന്നായി. പിന്നെ വേറൊരു കാര്യം, ഇത് എന്റെ കായല്ല, ഇത് നമ്മളെ കമ്മിറ്റിപ്പെട്ട കായാണ്. ഓലേ ഇന്ന് വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. അപ്പൊ അതും കൂടി മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ചെക്കും ഗവൺമെന്റും കൂടി വൈകുന്നേരം കൊണ്ടു തന്നാണ്ടി. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ഉള്ള വിരാൻകാട് കടന്നിരിക്കി. ഞാൻ പോട്ടെ. ആ എന്നായിക്കോട്ടെ. കേസിനേറ്റൊരു ഇടപാട്. അത് ഓനേ കുറച്ച് കായ ആവശ്യം പറഞ്ഞ് വന്നേന്നു. അപ്പൊ നമ്മൾ ഇരുന്ന് വെച്ചിട്ട് വേറില്ല. കുറച്ച് കായ് ഇവിടെ ഒരാൾ കൊണ്ടു തന്നേന്നു. അപ്പൊ ആ കായ് ഇട്ട് കൊടുക്കേ. വലിയ പുണ്യുള്ള കാര്യല്ലേ ഒരാളെ നമ്മൾ സഹായിച്ചാല്. നല്ല കാര്യമൊക്കെ തന്നെയാണ്. ഇന്നാളിപ്പോ പെരിയില് വന്നിരുന്നു എത്തിയും കുട്ടികളെ പിരിവിന്. ഞാൻ 50 ഉറുപ്പ്യ കൊടുത്തു. ഞാൻ അത് ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ആർക്കും ഒന്നും ചെയ്തു കൊടുത്തൊരു കാര്യമില്ല. ഇവിടെ കുറച്ച് തെണ്ടികളുണ്ട്. ഇപ്പൊ എന്റെ മോൻ BMW എടുത്തേക്കാണല്ലോ. ആ കാരണത്താൽ ഇപ്പൊ ഇന്ത്യൻ പെണ്ണുങ്ങളും പെൻഷൻകാരും മുടക്കാൻ നടക്കുകയാണ്. ആലോചിച്ച് നോക്കാം നിങ്ങള്. അങ്ങനെ ഉണ്ടായോ? ആകെ എനിക്കുള്ള വരുമാനം ഇപ്പൊ ഈ പെൻഷൻ കിട്ടേണ്ട 1600 ഉറുപ്പ്യല്ലേ ഉള്ളൂ. അത് മുടക്കാനും ഇപ്പൊ ആൾക്കാർ നടക്കുന്നുണ്ടാവും. അതന്നെ ഞാൻ പറഞ്ഞ കണ്ണുകാടി. പിന്നെ അങ്ങോട്ട് വിളിച്ച് എത്തി എന്തിയപ്പോ അറിയോ, ആ ചെക്കന്മാരൊരു പെരയുണ്ട്. ആള് പെരീക്ക് വന്നാലേ നബീസുവിന്റെ ഭർത്താനം കേൾക്കേണ്ടി വരും. എന്റെ പെരീക്ക് ഇങ്ങോട്ട് പോകുന്നതന്നെ നന്നായത്. അവിടെ ആവുമ്പോഴേ നബീസുവിന് എല്ലാ വിവരങ്ങളും അറിയേണ്ടി വരും. പിന്നെ അത് ഇങ്ങനെ കുത്തി ചോദിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ ഈ കാര്യത്തിന് ഞാൻ 2.25 ലക്ഷം ഉറുപ്പ്യ മാറ്റി വെച്ചിട്ടുണ്ടത്. ഞാനും വിചാരിച്ചുകൊണ്ട് കൊടുക്കാനേ 2 ലക്ഷം ഉറുപ്പ്യാണ്. നമ്മളെ ആ മേലത്തെ കണ്ണിയിൽ ചേർക്കുന്നാ പറഞ്ഞിട്ടുണ്ടത്. അങ്ങനെയൊക്കെ ചേർപ്പിച്ചാ ഓല് വരുമ്പോ പറഞ്ഞട്ടോ. ആ കുട്ടികളെ വരണ്ടേ? ഓലേനെ ഉണ്ടാവും. നമസ്കാരം. എന്നാ ഒരു കയറി ഇരിക്കി സാറേ. ഇത് കേൾക്കും. പിന്നെ കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടില്ലേ? കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി തന്നേക്കണം. പക്ഷെ ഞങ്ങളെ ആ മേലെ കണ്ണീക്കേ ആക്കി തരണം, എന്നാലേ കുറച്ച് മെച്ചൊക്കെ ഉണ്ടാവുള്ളൂ. ഇച്ചു അതന്നെ പറയാനുള്ളേ. ഞങ്ങളെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ ചെയ്യേണ്ടത്. നിങ്ങളെ രണ്ടാളെ വിശ്വസിച്ചുകൊണ്ട് ചെയ്താണ് കേട്ടോ. ഈ കുട്ടീനെ നമുക്ക് കുറച്ച് കൂടുതൽ പരിചയമുള്ളൂ. നിങ്ങളെ അത്ര അറിയില്ല ഞങ്ങൾക്ക്. നിങ്ങള് ഒന്നുകൊണ്ടും ബേജാറാവണ്ട, ഞാനിവിടെ ഇല്ലേ. എത്ര എമൗണ്ടാണ് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഞാനേ 2.25 ലക്ഷമാണ് തരാൻ വിചാരിച്ചിട്ടുണ്ടത്.
ഓ രണ്ടരിയാണ്. ഞമ്മക്കിപ്പോ മാസായി ഏകദേശം എത്ര ഉറുപ്പ്യ ലാഭം കിട്ടും? അതിപ്പോളേ ഞാനിപ്പോ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഞാൻ കണക്ക് കൂട്ടിയിട്ട് തരാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങക്കൊരു മാസം 28,500 വെച്ച് കിട്ടും. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 24,300 വെച്ചുണ്ടാവും. പിന്നെ നമ്മൾ നിങ്ങളെ ഏറ്റവും മേലക്കാണ് കയറ്റുന്നുണ്ട്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ വീണ്ടും എമൗണ്ട് കൂടാൻ സാധ്യത ഉണ്ട്. അത് കേട്ടാൽ മതി. ഇതിന്റെ കൂടെ പറയാത്തൊരു കാര്യം കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. രണ്ടാൾക്കേ ഫാമിലി ടൂറും കൂടി ഇതിൽ കമ്പനി പറയുന്നുണ്ട്. മലേഷ്യ, സിംഗപ്പൂര്, തായ്ലാന്റ്. ഈ ടൂറിലേ അറബ് നാട്ടിക്കൊന്നും ഇല്ലേ? അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഇപ്പൊ മക്കും മദീനൊക്കെ ഒന്ന് കാണാലോ നമുക്ക്. നിങ്ങൾ ആഗ്രഹം അങ്ങനെയാണെങ്കിലേ നമുക്ക് ഫ്ലൈറ്റ് വഴി തിരിച്ചു വിടാം, അറബ് നാട്ടിൽ കൂടി ഇതാക്കാം. നിങ്ങൾ പൈസ എന്തെങ്കിലും വെച്ചാ നല്ല എണ്ണിക്കാളി മക്കളെ. അല്ല എണ്ണല്ലേ അതിപ്പോ നിങ്ങള് മറ്റു രണ്ടരയാണ്. വിശ്വസിച്ച ഓൻ നമ്മളെ ആ കുട്ടിയാണല്ലോ. നല്ല ശരിക്കും വെച്ചാണ്ട് വണ്ടിക്കല്ലേ പോന്നൊക്കെ ഉണ്ട്. എന്നാ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയാലോ കേട്ടോ? ആയിക്കോട്ടെ. എന്നാ ശരി. മമ്മൂട്ടിയെ ഒരു പൈസ കിട്ടിയേക്കിന് വേഗം പോയല്ലോ. നല്ല തട്ടിപ്പേറ്റ് വേണോ? നല്ല പേര് വാങ്ങാണ്ടാവും ഇതേമാതിരി. ഓര് ഞമ്മളെ മായിരുന്നല്ലോ, തിരക്കുള്ള മനുഷ്യന്മാരല്ലേ. ആ ചെക്കനൊക്കെ നമ്മളെ ആ തടിച്ചേ ഓനൊക്കെ ആവാഴ്ചപ്പെട്ട് അന്നിനാളാ. അപ്പൊ പാൻറ്റും സൂട്ടും ഒക്കെ ഇട്ടുകാണ്ടേ ഇനി കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ മേലെ പോയാലേ തമ്മിൽ സാറേ എന്നൊക്കെ വിളിച്ചേണ്ടി വരും. അത് ആലോചിച്ചൂടെ പോ. കാറവിടെ നിൽക്കണ്ടല്ലോ, ഈ ചങ്ങായിക്ക് പോയി. അയാളെ മുന്നിൽപ്പെട്ടാലേ എന്നെ ചവിട്ടി പൊടിയാക്കട്ടെ. ആരത്? ആ ജോസഫ് ബോസ്, നിങ്ങളായിരുന്നോ? ഞാനേ ആ വണ്ടിന്റെ ചോട്ടിക്ക് ഒരു പാമ്പ് പോയിട്ടുണ്ട്, അത് നോക്കിയത്. നിന്റെ വണ്ടി കണ്ടിക്കാണ്ടേ ഒരു കരടി കൂടെയാണ് പോയിരുന്നു. ഞാൻ അതിനെ പിടിച്ചാൻ വന്നതാ. മാഷേ, നിങ്ങളെ അവസ്ഥ എനിക്കറിയാം. ഞാൻ മനഃപൂർവ്വം പറ്റിച്ചതല്ല, ഇന്നെന്റെ സാറ് പറ്റിച്ചതാണ്. ഞാൻ എന്തായാലും നിങ്ങളെ പൈസ തിരിച്ചു തരും. ഈ കൈ കൂപ്പൽ തുടങ്ങിയിട്ട് കുറെ കാലേക്കണു. ലാഭം തരാന്ന് പറഞ്ഞിക്കാണ്ട് ഇന്ത്യക്കൊന്ന് വാങ്ങിയതാണ്. ഇനി അത് കിട്ടാതെ തന്നെ വിടൂല. മാഷേ, ഞാൻ കുറെ ആൾക്കാർക്ക് പൈസ കൊടുക്കാറുണ്ട്, നിങ്ങൾക്ക് സാവകാശം തരും. എനിക്ക് സാവകാശം ഇപ്പൊ എന്തുണ്ടായത്? ഇറക്കി പിടിച്ച് ആ പൈസ മുഴുവൻ ചെയ്താൻ കൊണ്ടുപോയി. ഞമ്മളൊക്കെ എന്തേലും പല ചീത്തറച്ചില് ഒരു ദിവസം വൈകിയാലേ കൊണ്ട കായ ഇറങ്ങാൻ ചോദിച്ചു വാങ്ങിയോ. അപ്പൊ ആ കായൊക്കെ കൊണ്ടേ കൊടുത്തില്ല, എല്ലാം പോയില്ലപ്പോ. ഇച്ചേ മാസം ആ പെൻഷൻ പൈസ ഇട്ടീനു, അതും കൂടി നിങ്ങൾ മേടിച്ചു കൊണ്ടുപോകും. എന്നിട്ട് നിങ്ങൾ ആ മൈമുട്ടിനായിട്ടാണ് പോകും. നിങ്ങൾക്ക് അതിനൊരു ചങ്ങായി ഒരു മൈമുട്ടി ഉണ്ട്. ആ ചെക്കൻ ഇന്റെ അടുത്ത് വന്നീനു, ഞാൻ കൂടിയിട്ടില്ലല്ലോ, എനിക്കറിയാതെ പറ്റിച്ചലാണെന്ന്. ആദ്യമോ ആയസിന് കേടാണ്. ഇപ്പൊ എന്താ ഉണ്ടായത്? എല്ലാം പോയില്ലേ. ഇനിയിപ്പൊ നിങ്ങൾക്ക് നടക്കുന്ന കാര്യം പെരന്റെ ആധാരന്റെ ഇവിടെ അത് കൊണ്ടുവച്ചിക്കാണ്ടേ കുറച്ച് പൈസ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോളി. ഇങ്ങൾ 2.25 ലക്ഷം രൂപ കൊടുത്തതെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ വല്ലാതെ കണ്ട് ആയിപ്പോയി. എന്റെ കജ്ജും കാലൊക്കെ തളർന്നു. സുക്കൂറെ, ഞാൻ ഇതിപ്പോയി നാസായി പോയിട്ട് ചെയ്തതല്ലല്ലോ, ഇങ്ങനൊക്കെ വേണ്ടി ചെയ്തതല്ലേ. കുറച്ച് കായ് ലാഭം കിട്ടിയ എന്റെ മക്കൾക്ക് ഉപകരിച്ചാലോട്ട് ചെയ്താണ്. അതിപ്പോ ഇങ്ങനെ ആവുന്ന ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ. ഓ, മക്കൾക്കും വേണ്ടി മധുരം ഉണ്ടാക്കേണ്ട ഒരു വാപ്പ ഇഞ്ഞെങ്കിലും നല്ല രീതിയിൽ കൊടുത്തു വാങ്ങി ജീവിച്ചോളി. പൊന്നാര മക്കളെ, ഇതേമാതിരി കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ തട്ടിപ്പൊക്കെ ആയിട്ട് പൈസ അധികരിപ്പിച്ച് തരിക, ഇങ്ങനത്തെ ഒക്കെ ഒരു പരിപാടി ആയിട്ട് നമ്മളിതിന് കേൾക്കുമ്പോഴേ കുറച്ച് കായുള്ളത് കുറച്ചും കൂടി കൂടുതൽ വെച്ചിട്ട് നമ്മൾ ഓൻ്റെ തന്നെ കൊണ്ടേ കൊടുക്കും. അവസാനം നമ്മളെടുത്തേ ഒരു ചുക്കും ഉണ്ടാവില്ല, കൊടുത്ത മുതൽക്കായ് കൂടി കിട്ടാത്തൊരവസ്ഥ ആവും. അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് ജീവിച്ചു കണ്ട് 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ നോക്കി, അത് എന്നും നിലനിൽക്കും. അല്ലാതെ ഇങ്ങനെ മോഹിച്ചുണ്ടാക്കിയാലേ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഈ വീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.